ഹലോ. ഞാൻ പറയുന്ന കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ബീഫ് വേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും കറിയാക്കാനൊക്കെ ഒരേപോലെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴുകി വാരി വെച്ച ബീഫ് ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ പെരിഞ്ജീരകം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കല്ലുപ്പും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കാൻ എടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് ആവശ്യത്തിനുള്ള വിസിലടുപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, അത് ഞാൻ വറ്റിച്ചെടുത്തേക്കാണ്. പിന്നെ ദേ നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളകും വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില. ഇനി ഒരു ഇന്ത്യാലയത്തിൻ്റെ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഈ ഒരു വെളുത്തുള്ളിയും കൂടി വറുത്ത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ബീഫാണ്. അത് നമുക്ക് എത്രത്തോളം ഫ്രൈ ആയി കിട്ടണം അത്രയും മുരിയിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. ഈ ഒരു മഴയുടെ സമയത്ത് നല്ലൊരു കട്ടൻ ചായയൊക്കെ ആയിട്ട് ഈ ഒരു ബീഫ് ഫ്രൈ കഴിക്കാൻ അടിപൊളിയാട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ ബീഫ് വെച്ചിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അതിന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. സവാള നല്ല രീതിയിലൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അടച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇത് ഇങ്ങനെ തന്നെ ചൂടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാട്ടോ. ചെറിയ മക്കൾക്കൊക്കെ ബീഫ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും അടിപൊളിയാണ് ഇതുപോലെ ചെയ്ത് വറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സ്ട്രോക്ക് വരുന്നത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സവാളയും സംഭവങ്ങളൊക്കെ വാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ട്രോക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ട്രോക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബീഫിന് ആ ഒരു ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റിൻ്റെ ടേസ്റ്റും എസ്പെഷ്യലി എടുത്ത് പറയേണ്ട സംഭവമാണ് കുരുമുളകിൻ്റെയും ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ്. ഇതാണ് ഈ ഒരു ബീഫിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചപ്പോൾ തന്നെ മക്കളെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായി. ഇതിനിടയിൽ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം വഴന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, കാരണം നമ്മളത് വേവിച്ചപ്പോൾ അത്യാവശ്യത്തിന് ഇട്ടതാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ കളറ് കുറച്ച് യെല്ലോയിഷായി പോകാനുള്ള ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കി എല്ലാ പൊടി ഐറ്റംസും നമ്മൾ വേവിച്ചപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ബാക്കി ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മസാലയുടെ പച്ചമുളകൊക്കെ പോയതിന് ശേഷം നമ്മുടെ ബീഫിൻ്റെ സ്ട്രോക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അത് നല്ല രീതിയിൽ തിളച്ച് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏത് പരുവത്തിലാണോ എത്രത്തോളം ഈ ഒരു ബീഫ് റോസ്റ്റ് ചെയ്ത് കിട്ടണം ആ ഒരു രീതിയിൽ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കറി ആക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സ്ട്രോക്കും ബീഫും കൂടി ഒരുമിച്ച് ഈ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ചാറിലാണോ ആ ഒരു കറി വേണ്ടത് അത്രത്തോളം ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബീഫ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും കറിയാക്കാനൊക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണേ. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.